ബേപ്പൂര് ഇത്തവണ മത്സരം മന്ത്രി റിയാസും PV അൻവറും തമ്മിലാണെന്ന് ഉറപ്പിച്ചു. അപ്പോൾ ആർക്കാണ് നിങ്ങൾ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്? ഇവിടെ ബേപ്പൂരിൻ്റെ ഇത് കണ്ടപ്പോൾ റിയാസ് ഏറ്റവും അധികം വികസനം നടത്തിയ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അയാൾ ജയിക്കണമെന്ന സാധ്യത കൂടുതൽ. അൻവർ നിലമ്പൂരിൽ നിന്ന് കിട്ടുമെന്നല്ലേ, ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് മാറിയല്ലേ. ഇപ്പം നാളെ അയാൾ ഈ പാർട്ടി അങ്ങോട്ട് പോയി കൂടെ ഇല്ലല്ലോ, അത് പറയാൻ പറ്റില്ല. റിയാസ് നാട്ടുകാരനാണ്. റിയാസ് നാട്ടുകാരനാണ്, പക്ഷേ ഭയങ്കര അധികം പ്രസ്ഥാനത്തിന് വേണ്ടി അടിയുണ്ടായ ഒരാളാണ്. ഡൽഹിയിലൊക്കെ പോയിട്ട് മാർച്ച് നടത്തിയിട്ട് അടിയുണ്ട ആളാണ്. നല്ല വ്യക്തിത്വമുള്ള ആളാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ദിവസം തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ഇത്തവണ ഏറ്റവും പൊരിഞ്ഞ പോരാട്ടം നടക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ നിയോജക മണ്ഡലത്തിലാണ്. ഇവിടെ LDF സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് MLA യും മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസ് തന്നെ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. UDF സ്ഥാനാർത്ഥിയായി PV അൻവറിൻ്റെ പേരും ഉറപ്പിച്ചു കഴിഞ്ഞു. PA മുഹമ്മദ് റിയാസും PV അൻവറും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആർക്കൊപ്പമായിരിക്കും ജനങ്ങളുടെ മനസ്സ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതേക്കുറിച്ച് ബേപ്പൂരുകാർ തന്നെ പ്രതികരിക്കുന്നു. ഇത്തവണ മന്ത്രി PA മുഹമ്മദ് റിയാസും PV അൻവറും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ആർക്കാണ് സാധ്യത? റിയാസിനാണ്. റിയാസ് എങ്ങനെയാണ് വികസനമൊക്കെ ഒരുപാട് നടത്തിയത്? നാട് മാറ്റിയ നാട്ടുകാരെന്നാണ് ഇപ്പോൾ ഒരു ഫ്ലക്സ് ബോർഡിലൊക്കെ കാണുന്ന വാചകം. പലരും പറയുന്നില്ലേ. അങ്ങനെ നാടിനെ നന്നായി മാറ്റിയോ റിയാസ്? മാറ്റിക്കുന്നു. പേപ്പർ കുഴപ്പമില്ല. അൻവറിന് സാധ്യതയുണ്ടോ? ഇതാ ഇവിടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഇത്തവണ ബേപ്പൂരിലെ റിയാസും അൻവറും തമ്മിൽ മുട്ടുമ്പോൾ ആർക്കാണ് സാധ്യത? റിയാസ് ആകണമെന്നാണ് ആഗ്രഹം. നാട് റിയാസ് കുറേ നാട് നന്നാക്കിയിട്ടുണ്ട്. ഒരുപാട് വികസനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ടൂറിസത്തിലൊക്കെ പുളിമുട്ട് ഭാഗത്തൊക്കെ അടിപൊളിയാണ്. സാധാരണ കാണാത്ത ജനക്കൂട്ടം അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ടൂറിസം നോക്കുകയാണെങ്കിൽ റിയാസ് വരണം എന്നാണ്. അൻവർ അത് വന്നിട്ട് കാര്യമൊന്നുമില്ല. പൊളിറ്റിക്സ് വലിയ പരിചയമില്ലെങ്കിലും റിയാസിനാണ്. ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ ഇത്തവണ മന്ത്രി PA മുഹമ്മദ് റിയാസും PV അൻവറും തമ്മിലുള്ള ഒരു പോരാട്ടം ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ആർക്കായിരിക്കും ഇത്തവണ സാധ്യത? ഇനിയിപ്പം 10 വർഷം ഇപ്പോൾ റിയാസൊക്കെ ഭരിച്ചില്ലേ, ഇനി ഭരണം മാറ്റി പിടിക്കട്ടെ. അപ്പോൾ അൻവർ കണ്ട് വരട്ടെ. അൻവറാണ് ഇപ്പോൾ ഒരു സാധ്യത ഏറെ കണക്കാക്കണം എൻ്റെ ഇതിലിട്ടോ. അത് പറഞ്ഞു എന്താ അഭിപ്രായം? എന്തായാലും വികസനം ആരാ കൊണ്ടുവരുന്ന ഒരു വരച്ചെന്നുള്ള നമ്മളതിൽ. റിയാസ് ആണോ നല്ലത്, അൻവറാണോ നല്ലത്? റിയാസ് സാറ് കുഴപ്പമില്ല. ഇവിടെ ബേപ്പൂരിനെ സംബന്ധിച്ച് കുഴപ്പമില്ലാത്തൊരു ഇത് കാഴ്ച വെച്ചിട്ടുണ്ട് ഇവിടെ. ബേപ്പൂര് ഈ അൻവറും റിയാസും ഏറ്റുമുട്ടുമ്പോൾ ആർക്കാണ് സാധ്യത? നിങ്ങൾ കൽപ്പിക്കപ്പെടുന്നത് ആർക്കാണ് സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റിയാസാണ് കൂടുതൽ ജയിക്കുന്നത്. ബേപ്പൂർ മണ്ഡലം ഇതുവരെ മറ്റേ LDF സർക്കാരൊക്കെ ഉണ്ടായത്. പറയാം, ഇപ്പോൾ രാഷ്ട്രീയക്കാരല്ലേ, അവർ എത്ര സീറ്റ് കിട്ടും എന്നൊക്കെ അവർ മുൻകൂട്ടി പറയും. പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പരിശോധിക്കട്ടെ എന്നും പറയും. അതുപോലെ നമ്മളെ നിലപാട് ഇവിടെ കൂടുതൽ ഇപ്പോൾ പരാജയപ്പെടോ ഇല്ല എന്നുള്ളതല്ല, ഒക്കെ ജനവിധിയല്ലേ. തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. അപ്പോൾ ആർക്കാണ് സാധ്യത? എന്താണ് എങ്ങനെയാണ് നിങ്ങളുടെ പ്രതീക്ഷ? എൻ്റെ പ്രതീക്ഷ അൻവർ വരണമെന്നാ. സത്യം നീതിക്ക് വേണ്ടി പൊരുതാണ്. അതുകൊണ്ടാണ് കുറേ കാര്യങ്ങൾ നമ്മൾ ലൈവിലൂടെ കണ്ടപ്പോൾ അവർ ഓരോ കാര്യങ്ങൾ കണ്ടെത്തിയിട്ട് അതിനൊന്നും ഒരു മറുപടി ഉണ്ടായിട്ടില്ല ഗവൺമെൻറ് ഭാഗത്തുനിന്ന്. അതുകൊണ്ട് അൻവർ വരണം, നാട് നന്നാട്ടെ. റിയാസ് വരണ്ട. എന്താ ഇവിടെ ആർക്കാർ ജോലിയാക്കി എടുത്ത്? ഇപ്പോൾ ഈ ആസ്പത്രി എൻ്റെ തൊട്ടടുത്ത ഈ ചന്തയിലെ ഈ താലൂക്ക് ഹോസ്പിറ്റലിൽ എന്താ വന്ന സംഭവം? അവിടെ വെറും അനാസ്ഥ. അതുകൊണ്ട് ഇപ്പോൾ എന്താ വന്നത്? ഇപ്പോൾ ഈ മറ്റേ അൻവർ അവിടെ വന്നതിൻ്റെ ശേഷം ഇപ്പോൾ അവിടെ അൻവർ വന്നതിൻ്റെ ശേഷം ഇപ്പോൾ അവിടുത്തെ പുതിയ സ്ഥാപനത്തിൻ്റെ അടിയിലെ കാഷ്വാലിറ്റി തുറന്ന് രാത്രിയിൽ പ്രവർത്തനം അറിഞ്ഞ് വെളിച്ചം വന്ന് നല്ലൊരു ഇതായി അവിടെ സന്ദർഭം നല്ലൊരു ഡീസൻ്റ് ആയി അവിടെ. അതുകൊണ്ട് ഇങ്ങനത്തെ ആളുകൾ വരണം നമ്മളൊക്കെ കാഴ്ചപ്പാടില്ല. നമുക്കൊരു ഇതുണ്ടായിട്ടില്ല. ഉപകാരങ്ങളാണല്ലോ വലുത്. ആര് വരണം എന്നാണ് ബേപ്പൂര്? റിയാസാണോ അൻവറാണോ? റിയാസ് തന്നെ വരണം. നല്ല ഒരു പുരോഗതി ഉണ്ടാവുമല്ലോ. ഈ ഗവൺമെൻറ്റിൻ്റെ തുടർച്ച കണ്ടില്ല ഞങ്ങൾ. വയനാട്ടിൽ കൊണ്ട് ചൂരൽമലയിൽ കൊടുത്തത് എത്ര വീടാണ് കൊടുത്തത് ഫ്രീ ആയിട്ട്? ലോകത്ത് ഏത് ഗവൺമെൻറ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്? ഇന്നവരും അങ്ങനത്തെ ഒരു ഗവൺമെൻറ് ഞാൻ വായിച്ചിട്ട് കേട്ടിട്ടില്ല. അത്രമാത്രം ഈ ഗവൺമെൻറ്റിനെ ജനങ്ങൾ സ്വാധീനിക്കുന്നത്. ഈ ഗവൺമെൻറ്റിൻ്റെ 3ാം തവണ അല്ല 4ാം തവണയും വരണമെന്നാണ്. അത്രയ്ക്ക് ഇതാണ് ഈ ഗവൺമെൻറ്. തീർച്ചയായിട്ടും വരും. ജനങ്ങൾ വഞ്ചിക്കരുതായി. ജനങ്ങൾക്ക് നന്ദിയില്ലാത്ത ജനങ്ങളാണ്. എന്തെല്ലാം കൊടുക്കുന്നുണ്ട്, എന്നിട്ട് ജനങ്ങൾക്ക് നന്ദി ഉണ്ടെങ്കിൽ 3ാമത്തെ വട്ടം 4ാമത്തെ വട്ടം വരും എന്നാണ് ഞാൻ പറഞ്ഞത്. റിയാസിനോട് ചോദിക്കും ബേപ്പൂർ എന്തൊക്കെ ചെയ്തെന്നുള്ളത്. അപ്പോൾ റിയാസ് അതിന് മറുപടി എന്നിട്ട് അതിന് എതിരാളികളോട് ചോദിക്കും അത് ശരിയല്ലേ എന്ന്. ശരിയാണല്ലോ, എത്ര സമ്മതിക്കും. പിന്നെ അവർ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് മറിച്ച് പറയുന്നത് മാത്രം. ഇവിടെ ബേപ്പൂരെ
റിയാസും അൻവറും തമ്മിലാണ് പോരാട്ടം, അത് ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തവണ ആർക്കാണ് നിങ്ങൾ സാധ്യത ഏൽപ്പിക്കപ്പെടുന്നത്? എൻ്റെ സാധ്യതയിൽ ഇവിടെ അൻവർ വിജയിക്കാനാണ് വളരെ സാധ്യത. റിയാസ് എന്ന് പറയുമ്പോൾ ഇവിടെ തൊഴിൽ മേഖലയിലൊക്കെ വളരെ പിന്നിലാണ്. ടൂറിസം മേഖലയിൽ മാത്രം റിയാസ് ഇവിടെ ഒന്നുമില്ല, വികസനമൊന്നുമില്ല. അവിടെ മറ്റേ ചാലിയം കടപ്പുറത്തും ബേപ്പൂർ കടപ്പുറത്തൊക്കെ മറ്റേ ടൂറിസം മേഖലയിൽ അല്ലാതെ 19 വോട്ട് കമ്പനിയുള്ള സ്ഥലമാണ് ഈ പ്രദേശം. അതായത് 400 തൊഴിലാളികളാണ് ഒരു കമ്പനിയിലുണ്ടാവുക. 20 കമ്പനി ഉണ്ടെങ്കിൽ എത്രയായി? 8000 പേരായി. 7500ഓളം പേര് പണിയെടുത്ത ജോലിയെടുത്ത സ്ഥലത്ത് ഇവിടെ ആകെ ഒരു വ്യവസായശാലകൾ മാത്രമേ ഉള്ളൂ. വ്യവസായം ഒന്ന് മാത്രമേ ഉള്ളൂ, ഫറോക്ക് കോമൺവെൽത്ത് കമ്പനി. ഇത് കഴിഞ്ഞാൽ കോഴിക്കോട് ഒരു കമ്പനി മാത്രം. ഞാൻ ഇത് പറയുന്നത് ഞാൻ ഈ വ്യവസായം കൊണ്ട് ജീവിക്കുന്ന ആളാണ്. 35 വർഷത്തോളമായി ഞാൻ ഈ പരിപാടി. എൻ്റെ വാപ്പ 60 വർഷത്തോളമായി ഈ മേഖലയിൽ പോകുന്നു. അപ്പം വളരെ മോശമാണ്, വ്യവസായപരമായിട്ട് വളരെ മോശമാണ്. ടൂറിസം മേഖലയിൽ മൂപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കുറേ പൈസകൾ ഫണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നല്ലാതെ വേറെ വികസനം നാട്ടുകാർക്കൊരു വികസനമൊന്നുമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് റിയാസ് വേണ്ട, അൻവർ മതി. റിയാസ് എന്നല്ല, ഇവിടെ UDF സ്ഥാനാർത്ഥി വിജയിക്കും ആരായാലും. ഇപ്പോൾ ഒരു ബോർഡ് കണ്ടത് നാടിനെ മാറ്റിയ നാട്ടുകാരെന്ന. റിയാസ് നാട്ടുകാരനാണ്, അൻവർ അങ്ങനെയാണോ? അൻവർ നിലമ്പൂക്കാരനാണ്. ഫറൂഖ് ജനങ്ങളായിട്ട് അത്ര ബന്ധമില്ല, പക്ഷേ ലീഗിൻ്റെ സ്വാധീനത്തിനും കോൺഗ്രസിൻ്റെ സ്വാധീനത്തിലും ഇവിടെ വരുന്നുണ്ട്. അൻവറും റിയാസുമാണ് മത്സരിക്കുന്നത്, അത് ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ആർക്കായിരിക്കും സാധ്യത? ആർക്കായിരിക്കും? റിയാസിന്. ഇത്തവണ ബേപ്പൂര് അൻവറും റിയാസും തമ്മിലുള്ള പോരാട്ടം ഉറപ്പിച്ചു കഴിഞ്ഞു. ആർക്കാണ് നിങ്ങൾ സാധ്യത ഏൽപ്പിക്കപ്പെടുന്നത്? ഞാൻ 50-50 അൻവറിനാണ് മുൻതൂക്കമുള്ളത്. അൻവർ കുറച്ചായി ഇവിടെ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കണം ഇപ്പം. പിന്നെ ഒരുപാട് കാലമായി ഇടതുപക്ഷത്തിന് തന്നെ ജയിപ്പിച്ച് വിട്ടൊരു മണ്ഡലമാണിത്. പറയത്തക്ക വിധം മന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും ഒക്കെ ഉണ്ടായ മണ്ഡലമാണ്. MK മുനീർ കൊണ്ടുവന്ന റോഡ് വികസനത്തിൻ്റെ അതിനോടനുബന്ധിച്ചിട്ടുള്ള വികസനം അല്ലാതെ വേറൊരു വികസനം മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല. MK മുനീർ പൊതുമരാമത്ത് വകുപ്പായ ടൈമിലുള്ള കടലുണ്ടി റോഡ്, അതേപോലെ ഇതുമായിട്ട് റോഡുകളെ വികസനം. അതിൻ്റെ ശേഷം വന്ന് പൊതുമരാമത്ത് മന്ത്രിയായിട്ട് 2 ആൾ വന്നിരുന്നു, TK ഇവരൊക്കെ വന്നിരുന്നു ഇവിടെ. അതിനോടുള്ള ഇത് ഉണ്ടായിന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കുറേ ഒരാളെങ്കിലും ഇങ്ങനെ കോണ്ടാക്ട് കൊടുത്തെങ്ങാണ്ട് ഓരോ സഖാക്കൾ പൈസ ഉണ്ടാക്കണമെന്ന് തന്നെ ഉള്ളൂ. തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആർക്കാണ് സാധ്യത ഏൽപ്പിക്കുന്നത്? അൻവറിന്. എന്താ അങ്ങനെ പറയാൻ കാരണം? കുറേ കാലമായിട്ട് ഈ മണ്ഡലത്തിൽ ജയിച്ചു പോണത് ഇടതുവശം തന്നെയാണ്. അപ്പോൾ ഒരു മാറ്റം നല്ലതാണ്. എനിക്കറിയില്ല, അൻവർ പെട്ടെന്നൊന്നും ഒരാളും പിന്നെ ഈ നാട്ടുകാരനല്ലല്ലോ, നിലമ്പൂരോ മഞ്ചാവിടെ ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ കൂടെ നിൽക്കുന്ന ആളെ തന്നെയാണല്ലോ. പുതിയൊരാൾ വരും, പെട്ടെന്ന് നമ്മളൊരു മാറ്റം ഉണ്ടാവില്ല. ചിലപ്പോൾ അടുത്ത ഈ തെരഞ്ഞെടുപ്പിൽ അൻവർ ജയിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അടുത്ത ഇലക്ഷൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അയാൾ അറിയാൻ പറ്റും എങ്ങനെയുള്ള ആളാണെന്ന്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ റിയാസിനാണ് സാധ്യത ഞാൻ കാണുന്നത്. ഇവിടെ റിയാസും അൻവറും തമ്മിലാണ് മത്സരം. അപ്പോൾ ആർക്കാണ് സാധ്യത ഏൽപ്പിക്കുന്നത്? നമ്മുടെ രാഷ്ട്രീയ ലെവലിൽ അങ്ങനെ നീങ്ങാത്ത ആളുകളാകുമ്പോൾ എന്താ പറയുക, വോട്ട് ചെയ്യാറുണ്ടോ? വോട്ട് ചെയ്യലുണ്ട്. അല്ല, ഇനിയൊരു പുതിയ ആൾ വരുന്നതല്ല അൻവർ. അതെ, ഇതുവരെ റിയാസല്ലേ കുറയുന്നത്. റിയാസിന് പകരം ഒരാൾ വരുന്നതല്ലേ. അൻവറാണോ റിയാസാണോ? എനിക്ക് റിയാസിനോടാണ് താല്പര്യം. വേറെ ഒന്നല്ല, വികസനം കൂടുതലായിട്ട് ഇവർ കൊണ്ടുവരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതാണ് മെയിനായിട്ടുള്ള കാരണം. നാടുമാറ്റിയ നാട്ടുകാരനാണ് മന്ത്രി PA മുഹമ്മദ് റിയാസ് എന്നും അതുകൊണ്ട് റിയാസ് തന്നെ തുടരട്ടെ എന്ന് പറഞ്ഞവരെയാണ് നമ്മൾ കൂടുതലും കണ്ടത്. എന്നാൽ ഈ നാട്ടിൽ മാറ്റം വരുത്താൻ അൻവറിനെ കൊണ്ട് പറ്റും, അൻവറും വരട്ടെ എന്ന് പറയുന്നവരും ഏറെ ഉണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ തിരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ. നമ്മൾ കേട്ടത് ബേപ്പൂരിലെ വോട്ടർമാരുടെ അഭിപ്രായമാണ്. എല്ലാവരും വോട്ടർമാരായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു അഭിപ്രായത്തിൻ്റെ ഒരു പ്രത്യേകത. തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഈ വിധി തീരുമാനിക്കട്ടെ. ക്യാമറ പേഴ്സൺ TK റിഷാദിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.